ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയ്യത്തിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. ഇനി ഉളുഹിയത്ത് അറുക്കുന്ന മൃഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. ഒരാൾക്ക് വേണ്ടിയുള്ള ഉളുഹിയത്ത് ചുരുങ്ങിയതൊരു ആട് ആവണം. പിന്നൊരു പശുവോ ഒട്ടകമോ കാളയോ മൂരിയോ ഒക്കെ പറ്റും. ആട്, മാട്, ഒട്ടകം, ഇതാണ് ഉളുഹിയത്തിന് പറ്റുന്ന മൃഗം. പശുവർഗത്തിലും ഒട്ടകവർഗത്തിലും 7 ആളുകൾ വരെ ഉളുഹിയത്തിൽ പങ്കാളിയാകാവുന്നതാണ്. 7 ആളുകൾ. കൃത്യമായ 7 ആള് ഇന്ന മൃഗം ഇന്നാക്കാണെന്ന് കൃത്യമാക്കണം. കുറെ മൃഗങ്ങളെ വെച്ചുകൊണ്ടൊക്കെ പങ്കുകാരെ ഉണ്ടാക്കുമ്പോ ഏത് 7 ആളുകൾക്ക് ആണോ അവരെ കൃത്യമാക്കി അവർക്ക് ഈ മൃഗം എന്ന് കൃത്യമാക്കി നിയ്യത്തൊക്കെ റെഡിയാക്കണമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഏതായിരിക്കട്ടെ 7 ആളുകൾ ഉളുഹിയത്തിൽ പങ്കാളിയാവാം. ഒരു പശുവിലും ഒട്ടകത്തിലും. പശുവിന് 2 വയസ്സ് തികയണം. കാളയെയും മൂരിയെയും പൊത്തിനൊക്കെ വാങ്ങുമ്പോൾ 2 വയസ്സായെന്ന് ഉറപ്പുവരുത്തണമെന്ന് വളരെ പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ ഉളുഹിയത്ത് സ്വഹീഹാവുകയില്ല. ആ ഉളുഹിയത്തിന്റെ മഹാപ്രതിഫലം നഷ്ടപ്പെടും. പൈസാണ് ചെലവായിട്ടുണ്ടാവും. സ്വതക്കന്റെ കൂലി കിട്ടിയെന്ന് വരുന്നു മാത്രം. 7 ഉളുഹിയത്തിൽ പങ്കാവാമെന്ന് നമ്മൾ പറഞ്ഞു. 7 ആളുകൾ ഒരു പശുവിൽ പങ്കാകാം. പശു, കാള, മൂരിയൊക്കെ ഒട്ടകത്തിലും. ഇനി 7 ഉളുഹിയത്തല്ല, 1 അക്കീക്കയാണെങ്കിലോ 6 ഉളുഹിയത്ത്, അതിലൊന്ന് അക്കീക്ക, 7ാമത്തത്. അല്ലെങ്കിൽ 2 അക്കീക്ക, അങ്ങനെ ഉൾപ്പെടുത്തുന്നതിന് വിരോധമില്ല. 2 അക്കീക്കും ബാക്കി ഉളുഹിയത്തും, അല്ലെങ്കിൽ 3 അക്കീക്കും ബാക്കി ഉളുഹിയത്തും, ഇങ്ങനെ മിക്സ് ആകുന്നതിന് അക്കീക്കയും ഉളുഹിയത്തും. ഇനി വേണമെങ്കിൽ നമ്മളെ വീട്ടില് ഒരു പോത്തിനെ വാങ്ങുക. എന്നിട്ട് എന്റെ അക്കീക്ക അറുത്തിട്ടില്ല എങ്കിൽ എന്റെ അക്കീക്കയും എന്റെ ഉളുഹിയത്തും, പിന്നെ ഭാര്യന്റെ അക്കീക്ക, മക്കളെ അക്കീക്ക, അവരെ ഉളുഹിയത്ത്, അങ്ങനെ 7 ഇനങ്ങൾ ഒരേ ഇനം 7 ഇനങ്ങളിൽ 7 വിഭാഗമായിട്ട് പങ്കാകാം. 7 അക്കീക്കയും അങ്ങനെ തന്നെയാണ്. 7 ആളുകൂടെ അക്കീക്ക ഒരു പോത്ത് കൊണ്ടിറക്കാം. അക്കീക്ക മാത്രം. മൊത്തം 7 പങ്കാണ് പറ്റുള്ളൂ. അത് അക്കീക്കയെ ഉൾപ്പെടുത്താന്ന് അർത്ഥം. അത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ചുരുങ്ങിയത് ഒരാടാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് 7 ആടുകളെ അറുക്കലാണ്. ഒരു പശുവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് 7 ആടുകളെ അറുക്കലാണ്. 7 ആടുകള് അറുക്കുന്നില്ലെങ്കിൽ തൊട്ടടുത്ത സ്ഥാനമാണ് ഒട്ടകത്തെ അറുക്കുക എന്നത്. അതിന്റെ ശേഷമുള്ള സ്ഥാനമാണ്. ഒരാൾക്ക് ഒരു ഒട്ടകം അറുക്കാം. ഒരാൾക്കൊരു 7 ആടുകൾ അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത കൂടുതൽ. ചുരുങ്ങിയത് ഒരാട്. 7 ആടുകൾ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത ഒരു ഒട്ടകം. ഒട്ടകം അറുക്കുന്നില്ലെങ്കിൽ അടുത്ത സ്ഥാനമാണ് പശുവർഗത്തിന്. അത് കാള, മൂരി, പോത്തൊക്കെ ഒരൊക്കെ സമ. അടുത്ത സ്ഥാനമാണ് നെയ്യാട്. 1 വയസ്സുള്ള നെയ്യാട്. നെയ്യാട് ഇല്ലെങ്കിൽ അടുത്ത സ്ഥാനമാണ് ഒരു 2 വയസ്സുള്ള കോലാട്. കോലാട് കഴിഞ്ഞിട്ടാണ് ഒരു ഒട്ടകത്തിൽ 7 ആളിൽ 7-1 ആകുക എന്നത്. കോലാട്, നെയ്യാടൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഒട്ടകത്തിലെ 7-1 പങ്കാവുക എന്നത് സ്ഥാനമുള്ളൂ. ഒട്ടകത്തിൽ 7-1 ശേഷമുള്ള സ്ഥാനമാണ് പശുവിലെ 7-1 എന്നത്. അപ്പൊ പശുവിൽ 7-1 പങ്കാവുക എന്നത്, കാളയിലോ മൂരിയിലോ പൊത്തിലോ പങ്കാവുക എന്നത് അതിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠത ഒരു ആടിനെ തന്നെ അറുക്കലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ്
ഉളുഹിയത്ത് അറുക്കുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതയുടെ രൂപവും ചുരുങ്ങിയ രൂപവും ഏറ്റവും വർദ്ധിച്ച രീതിയും എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഏത് മൃഗങ്ങളാവണം, അതിന്റെ നിബന്ധനകൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.